വെൽക്കം ടു ബയോളജി ട്യൂട്ടർ. ബയോളജി ട്യൂട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ജനുവരി 18, 2025 ഫുഡ് സേഫ്റ്റി ഓഫീസർ കേരള PSC എക്സാം നടക്കുകയാണല്ലോ. അതിൽ ഉന്നത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, റിവിഷൻ എങ്ങനെ നടത്താം. ഇതുവരെ ഓൾറെഡി ടോപ്പിക്സ് കവർ ചെയ്ത ആളുകളാണെങ്കിൽ അവർ ചെയ്യേണ്ടത് റിവിഷൻ സ്ട്രാറ്റജി ഒന്നുകൂടി നന്നായി ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു കാര്യം പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഹൃദിസ്ഥമാക്കുക. അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാസ്റ്റ് നോളജായി പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് എക്സാമിനെ നെഗറ്റീവായി ബാധിക്കുന്നതാണ്. റിവിഷൻ നടത്തിയതിനു ശേഷം, അതായത് ഹോൾ സിലബസ് കവർ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ സമയം മതിയാകും. അതിനുശേഷം MCQs കഴിയുന്നത് സോൾവ് ചെയ്യുക. MCQs സോൾവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം? പല രീതികളിൽ MCQs ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തി അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോർമൽ ഡയറക്റ്റ് രീതിയിലുള്ള അപ്രോച്ച് മാത്രമാണ് തിയറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകുക. എന്നാൽ MCQ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുകയും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഐഡിയകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. അത്തരത്തിലുള്ള മാക്സിമം MCQs സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിനോടനുബന്ധിച്ച് വരുന്ന സ്ട്രെസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബിയിൽ കുറച്ച് സമയം ഏർപ്പെടുക. മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്കിൽ ശ്രമിക്കുക. വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതരാകുകയാണെന്ന് വെച്ചാൽ അതിൽ വ്യാപൃതരാകുക. ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഇല്ലാത്ത രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചാൽ മാത്രമേ കൃത്യമായി എക്സാം എഴുതാൻ നമുക്ക് കഴിയുള്ളൂ. സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ആളുകളാണ്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ ആൾക്കാർക്കും ആൻസർ ചിലപ്പോൾ അറിയുമായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കണ്ട ഉടനെ തന്നെ അതിൻ്റെ ആൻസർ അറിയുമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിന് മുമ്പേ ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഫസ്റ്റ് പ്രവൃത്തിയല്ല, ഫസ്റ്റ് സ്വബോധത്തോടെ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ച് ഉറപ്പിച്ച് ആൻസർ ഉറപ്പിച്ച് ശേഷം മാത്രം മാർക്ക് ചെയ്യുക. അപ്പോൾ പ്രവൃത്തിയല്ല ആദ്യം വേണ്ടത്. എന്താ വേണ്ടത്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നല്ലവണ്ണം വായിച്ച് നമ്മളെ മേധ ഉപയോഗിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ ആൻസർ തെറ്റിക്കുന്നത്. ഇനിയുള്ള 10 ദിവസത്തെ അവസാനപ്പെട്ട സ്ട്രാറ്റജി ഞാൻ വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. All the best for your exams. If you like this channel, please share and subscribe.